ഏട്ടനും പൊന്നുമ്പളേക്ക് മലയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് നോയമ്പെടുത്ത് തുടങ്ങിയിട്ട് ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ മാലയിടാനായിട്ട് പോവുക. അപ്പോൾ അവർ മാലയിട്ട് കഴിഞ്ഞിട്ട് ഇടാനുള്ള ഡ്രസ്സും കെട്ടുസഞ്ചിയും സാധനങ്ങളൊക്കെ മലയ്ക്ക് പോകാനുള്ളതൊക്കെ ഞാൻ മുക്കി നനച്ച് വേഗം ഇട്ടു വിട്ടു. അത് കഴിഞ്ഞിട്ട് ചവിട്ടികളെല്ലാം വേഗം സോപ്പും വെള്ളത്തിൽ മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞിട്ട് പുറത്തുനിന്നാട്ടാ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുറത്തെ മാറാലയും കാര്യങ്ങളൊക്കെ തട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഫ്രണ്ടിലത്തെ കമ്പികളൊക്കെ വേഗം തുടച്ച് വൃത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് ഉള്ളിലത്തെ ജനലുകളൊക്കെ വേഗം വൃത്തിയാക്കിയിട്ട് ജനലുകളൊക്കെ തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ തുടച്ചിട്ടുണ്ടായിരുന്ന വാതിലുകളായിരുന്നു കേട്ടോ. ഫ്രണ്ടിലത്തെയും റൂമിലത്തെയൊക്കെ വാതിലുകളെല്ലാം തുടച്ച് വൃത്തിയാക്കിയിട്ടായിരുന്നു. ഇങ്ങനെ സെറ്റ് ചെയ്യുമ്പോഴത്തെ കവറും സാധനങ്ങളൊക്കെ ഞാൻ വാഷിംഗ് മെഷീനിൽ കഴുകാട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ മാറാല തട്ടി കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് സ്റ്റെയർ കേഴ്സിൻ്റെ കമ്പികളൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ക്ലീനിങ്ങിൻ്റെ എല്ലാ വീഡിയോസും ഞാൻ മുഴുവനായിട്ടൊന്നും ഇട്ടിട്ടില്ല കേട്ടോ, കുറച്ച് വീഡിയോസൊക്കെ ഇട്ടിട്ടുള്ളൂ. ഇതിൻ്റെ കോണി റൂമിൻ്റെ ജനാലയും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ ഫാന് തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഈ മാറാലയുടെ കോലുമ്മേനെ ഒരു ബ്രഷ് പോലത്തെ ഒരു സാധനമുണ്ട്. അത് കാരണം എല്ലായിടത്തെ ഫാനുകളും തുടയ്ക്കാൻ സുഖമായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലായിടത്തെയും തുടച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു റൂമിലേക്കായിരുന്നു. അപ്പോൾ റൂമിലത്തെ ഫാനും കാര്യങ്ങളൊക്കെ തുടച്ച് വൃത്തിയാക്കി. അത് കഴിഞ്ഞിട്ട് മാറാല തട്ടണ ബ്രഷിൻ്റെ കണ്ട സെൻറ്ററിലായിട്ട് തന്നെ ഒരു ബ്രഷ് പോലത്തെ ഉണ്ട്. അത് കാരണം നമുക്ക് ഫാനൊക്കെ തുടയ്ക്കാൻ സുഖമാട്ടോ. അപ്പോൾ വേറെ ആരുടെയും സഹായം വേണമെന്നില്ല, നമുക്ക് ഒറ്റയ്ക്ക് തന്നെ ക്ലീൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഇത് ഞാൻ വേഗം AC ഒക്കെ ക്ലീൻ ചെയ്ത് കർട്ടനൊക്കെ മാറ്റി കഴുകാൻ വേണ്ടി കൊണ്ടുവിട്ടു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഇതേ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചു, അവിടുത്തെ ജനാലകളൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ബാത്റൂമിൻ്റെ വാതിൽ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ കബോർഡിൻ്റെ ഡോറുകളൊക്കെ ആട്ടോ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ കബോർഡൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടുണ്ടായിരുന്നു അടുക്കളയ്ക്കായിരുന്നു കേട്ടോ. അപ്പോൾ അടുക്കളയിലെ മേലെ കബോർഡുകളൊക്കെ ആദ്യം തുടച്ച് വൃത്തിയാക്കിയിട്ടാണ്. അത് കഴിഞ്ഞിട്ട് അടുക്കളയിലത്തെ ജനാലകളൊക്കെ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അടുക്കളയിലത്തെ കബോർഡുകളൊക്കെ ഇടയ്ക്ക് തുടയ്ക്കണ കാരണം വലിയ പൊടികളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്നാലും ഞാൻ ടിന്നുകളൊക്കെ മാറ്റിയിട്ട് ഒക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുക്കളയിലത്തെ ജനാലകളൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞാൽ പൊടികൾ ചെറുതായിട്ടുള്ള പൊടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഡെയിലി തുടയ്ക്കണതിന് വലിയ പൊടികളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അതേ താഴെയുള്ള കബോർഡിൻ്റെ ഡോറുകളൊക്കെ തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഗ്യാസ് സ്റ്റൗവൊക്കെ തുടച്ച് സോപ്പ് ഇട്ടിട്ട് നന്നായിട്ട് ചൈര് ഉപയോഗിച്ച് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉരച്ച് കഴുകിയിട്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലത്തെ ആ ടൈൽസിലും അതേപോലെ തന്നെ ഞാൻ അതും കൊണ്ട് തന്നെ കഴുകിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തുണി നനച്ചിട്ട് തുടച്ച് വൃത്തിയാക്കിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് അടുക്കളയിലത്തെയാണ് ഉണ്ട്. അപ്പോൾ ഒരു അടുക്കളയിലത്തെ 2 അടുക്കളയിലത്തെ സിങ്കുകളുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഹാളിലത്തെ വാഷ് ബേസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് വേഗം എല്ലാവരുടെയും അടിച്ചു കോരി കഴിഞ്ഞപ്പോൾ വേഗം തുടച്ചു കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചവിട്ടികളൊക്കെ വേഗം വിരിച്ചിട്ടു. അത് കഴിഞ്ഞ് സെറ്റ് ചെയ്യുമ്പോൾ വിരിയൊക്കെ വിരിച്ചിട്ടു. അപ്പോൾ പൊന്നമ്പിളീനെ അംഗനവാടിയിൽ കൊണ്ടാക്കിയിട്ടാട്ടോ ഞാൻ ക്ലീനിങ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു മാസം മുന്നേ നോയമ്പ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ എല്ലാവരുടെയും വൃത്തിയാക്കിയതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ സോക്കേഴ്സ് തുടക്കണം, ഫ്രിഡ്ജ് വൃത്തിയാക്കണം വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ പൊന്നമ്പിളീനെ കാലത്ത് 10 മണിക്കാണ് അംഗനവാടിയിൽ കൊണ്ടാക്കി വരുന്നിട്ട് ഞാൻ 10 മണി കഴിഞ്ഞപ്പോൾ തുടങ്ങിയ ക്ലീനിങ് ആയിരുന്നു കേട്ടോ. അവളെ കൊണ്ടുവരേണ്ട നേരെ 3 മണിയൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു. അപ്പോൾ ഇടയിൽ ഫുഡും കാര്യങ്ങളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞപ്പോഴേക്കും നല്ല വിശപ്പായിട്ടുണ്ടായിരുന്നു. ഫുഡ് അടിച്ച് പൊന്നമ്പിളീനെ വിളിക്കാൻ പോയിട്ടോ. അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രയുള്ളൂ. ടാറ്റാ.